ഹലോ ഗൈസ്, ബിഗ് ബോസിന്റെ നമ്മുടെ ലാലേട്ടന്റെ എപ്പിസോഡ് റിവ്യൂയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. ഇന്ന് നമ്മുടെ ലാലേട്ടന്റെ തീപ്പൊരി എപ്പിസോഡായിരുന്നു. തീപ്പൊരി എപ്പിസോഡ് എന്താ എപ്പിസോഡ്! ഓ എന്റെ പൊന്നു ലാലേട്ടാ, ലാലേട്ടൻ എല്ലാ ആഴ്ചയിലും ഇങ്ങനെ വന്ന് പറയുവാണെങ്കിൽ എന്തൊരു സാറ്റിസ്ഫാക്ഷൻ ആണെന്നറിയാമോ? ഓ നമ്മൾ കാത്തിരുന്ന് ഇങ്ങനെ നമ്മൾ എന്തൊക്കെ പറയണമെന്ന് ഓർത്തോ, എന്തൊക്കെ ചെയ്യണമെന്ന് ഓർത്ത് അങ്ങനെ ഒരു എപ്പിസോഡ്. ലാലേട്ടൻ തീയായി നിറഞ്ഞ് കത്തി, ലാലേട്ടന്റെ തീയില് കത്തിക്കരിഞ്ഞ് വെന്തുരുകിപ്പോയ മസ്താനിയും ലക്ഷ്മി, കൂടുതൽ ലക്ഷ്മി ആ തീയിൽ ഉരുകിപ്പോയി. എന്നിട്ട് മുഖത്ത് വലിയ ഭാവവ്യത്യാസം ഇല്ലാണ്ട് ചത്ത പോലെ നിൽക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലക്ഷ്മി. ഓ ലക്ഷ്മി കിട്ടും കൊടുത്തെന്ന് പറഞ്ഞാൽ എന്തിനാ ഈ വീട്ടിൽ ഒന്ന് ഇറങ്ങിപ്പൊക്കൂടെ എന്ന് വരെ ലാലേട്ടൻ ചോദിച്ചു. ഇറങ്ങിപ്പൊക്കോ ഇവിടുന്ന് ഇറങ്ങിപ്പൊക്കോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നാണം കെട്ടിരിക്കുന്ന ലക്ഷ്മി. എന്തിനാ ലക്ഷ്മി നിൽക്കുന്നത്? ഇറങ്ങിപ്പൊക്കൂടെ, ഇല്ല അടുത്താഴ്ചയോടുകൂടെ എല്ലാവരും കൂടെ പുറത്താക്കി നോക്കിയോളൂ. എൻ്റെ പൊന്നെ, നമുക്കപ്പം നോക്കാം ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ സംഭവിച്ചത് നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ ഇന്ന് ലാലേട്ടൻ വന്നു, ഒരാഴ്ചത്തോളം എപ്പിസോഡുകളൊക്കെ കാണിച്ചു. ലാലേട്ടന്റെ കോസ്റ്റ്യൂം വളരെ നന്നായിരിക്കുന്നു, അടിപൊളിയാണ്. അപ്പൊ ഞാൻ എന്നത്തെ ഒരാഴ്ചത്തെ എപ്പിസോഡ് കാണിച്ചു, പിന്നെ വെള്ളിയാഴ്ചത്തെ എപ്പിസോഡ് കാണിച്ചു. വെള്ളിയാഴ്ചത്തെ എപ്പിസോഡിനകത്ത് ജയിലിൽ നിന്ന് നമ്മുടെ ജിസേലിനെയും ലക്ഷ്മിനെയും പുറത്തോട്ട് വിടുന്നുണ്ട്. ലക്ഷ്മി ഓടി നടന്ന് എല്ലാവരോടും സോറി പറയുന്നുണ്ട് ഒനീലിന്റെ കാര്യത്തില്. ആ ലാലേട്ടന്റെ പിറ്റേ ദിവസം ലാലേട്ടന്റെ ആണല്ലോ എപ്പിസോഡാണല്ലോ. അപ്പം അന്ന് അങ്ങ് എല്ലാരെയും തലേദിവസം എല്ലാരെയും അങ്ങ് കൺവിൻസ് ചെയ്ത് കുറച്ച് പേരെങ്ങനെ ലാലേട്ടൻ എന്നെ വഴക്ക് പറയുമ്പോൾ കൂടെ നിൽക്കൂലോ എന്ന് ഓർത്തുകൊണ്ട് കൺവിൻസ് ചെയ്ത് വെക്കുന്നതാണ് സംഭവം. എല്ലാവരോടും നടന്ന് സോറി പറയുന്നുണ്ട്. അക്ബറിനോട് പറയുന്നുണ്ട് സോറി ഞാൻ ഒനീലിന്റെ കാര്യത്തിൽ അങ്ങനെ ചെയ്ത് തെറ്റായിപ്പോയി, ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അക്ബറിനോട് അക്ബറൊക്കെ ആട്ടിത്തുപ്പി വിടുന്നുണ്ട്. പിന്നെ ഒനീലിനോട് സോറി ചോദിച്ചു. അപ്പൊ ഒനീല് സോറി കൊടുക്കാൻ പറ്റില്ലെന്നല്ല സിനിമ ഡയലോഗ് ഒരു ഡയലോഗാണ് ഒനീല് പറഞ്ഞത്. നല്ല കാര്യം, അങ്ങനെ തന്നെ വേണം. ഇവളെന്തൊരു പെർഫോമൻസ്, എന്തൊരു പെർഫോമൻസ് ആയിരുന്നു കാഴ്ച വെച്ചത്. പുള്ളിക്കാർക്ക് മനസ്സിലായി, പുള്ളിക്കാരി പറഞ്ഞ കാര്യം പാടി തുടങ്ങിയിട്ടുണ്ട് നന്നായി, പുള്ളിക്കാരിക്ക് മനസ്സിലായി. അപ്പൊ ചുമ്മാ എല്ലാവരോടും സോറി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാ. പിന്നെ അത് കഴിഞ്ഞ രാത്രി ആയപ്പോഴത്തേനും ആദിലയുടെ കട്ടിലിനിടയിൽ നിന്ന് 1 കിലോ 1/2 കിലോ എങ്ങാണ്ട് കോവയ്ക്ക ഒരു പാത്രത്തിനകത്താക്കി. ഞാനത് ലൈവിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു പാത്രത്തിനകത്താക്കി കട്ടിലിനടിയിൽ ആദില കൊണ്ടുവെക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പൊ എനിക്ക് അതെന്താന്നുള്ള കാര്യം മനസ്സിലായില്ലായിരുന്നു കേട്ടോ. അപ്പൊ ആദില കട്ടിലിനടി കൊണ്ട് വെച്ചത് കോവയ്ക്ക, 1/2 കിലോ കോവയ്ക്ക. അപ്പൊ അതെല്ലാം ആദിലയുടെ ബെഡിലോട്ട് ഇങ്ങനെ കോവയ്ക്ക വരുന്നു, എല്ലാരും കണ്ടുപിടിക്കുന്നു. അപ്പൊ അവിടെ എല്ലാരും മോഷ്ടിക്കുന്നുണ്ട്, എല്ലാരും തന്നെ എല്ലാ സാധനവും മോഷ്ടിച്ച് കഴിക്കുന്നുണ്ട്. തക്കാളി, പഞ്ചസാര, അത് ഇത്. അപ്പൊ നിവയും ക്യാമറ വന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എടുക്കുന്നതിന് മാത്രമേ എന്നെ കളനാക്കുന്നുള്ളൂ. ഇവിടെ 1/2 കിലോ കോവയ്ക്ക, 1 കിലോ കോവയ്ക്കൊക്കെ എടുക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെയൊന്നും എടുക്കുന്നില്ല, ഞാൻ 2 തക്കാളി മാത്രം എടുക്കുന്നുണ്ടെന്ന് ക്യാമറ വന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അത് പിന്നെ അനുമോളുടെ പ്ലാച്ചീനെ കാണാനില്ല. അനുമോൾ അവിടെ എന്റെ പൊന്നെ അനുമോളൊരു പ്ലാച്ചി, ആ പ്ലാച്ചി കട്ടിന്റെ അടിയിലെങ്ങാണ്ട് കിടപ്പുണ്ടായിരുന്നു. അപ്പൊ അനുമോള് എന്റെ പ്ലാച്ചി എവിടെയും ചോദിക്കുന്നുണ്ട്. അപ്പം ആദില പറഞ്ഞു പ്ലാച്ചി കുളിക്കാൻ പോയി കാണുമെന്ന്. പിന്നെ ഒന്നും മിണ്ടാ പോകുന്നുണ്ട്, എന്റെ പ്ലാച്ചി എവിടെ. അപ്പം ജിഷിന്റെ ഒരു തഗ് കോമഡി, അത് മൂത്രം ഒഴിക്കാണ് എനിക്ക് പോയി കാണും എന്ന് പറഞ്ഞിട്ട് നല്ല രസമായിരുന്നു. അത് ലാസ്റ്റ് പ്ലാച്ചീനെ കിട്ടി, കട്ടലിന്റെ അടിയിലും അവിടെ കണ്ട് ചവിട്ടി, അതെല്ലാം കണ്ട് ചവിട്ടിയാൽ നിന്നിരുന്നേന്ന് തോന്നുന്നു. അവിടെ കണ്ട് പ്ലാച്ചീനെ കിട്ടി ഒരു തുണിയിൽ പൊതിഞ്ഞ് ഇങ്ങനെ കട്ടിലെ കൊണ്ട് കിടത്തുന്നുണ്ടായിരുന്നു. എന്റെ പൊന്നെ അനുവിന്റെ പ്ലാച്ചി. പിന്നെ അത് കഴിഞ്ഞ് ലാലേട്ടൻ വന്ന് ഡയറക്റ്റ് ആയിട്ട് ഇത് ചോദിക്കുമല്ലായിരുന്നു. മറ്റേ നമ്മുടെ അനുമോളുടെ കേസ് വന്നപ്പം ലാലേട്ടൻ ചോദിച്ചില്ലേ, ഡയറക്റ്റ് ആയിട്ട് പോയി അറ്റാക്കിങ് അല്ലായിരുന്നു. ആ ടാസ്കിനെ കുറിച്ച് ചോദിച്ചു. അപ്പം നൂറയോട് ചോദിച്ചു ടാസ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു നൂറ, യൂണിയൻ നേതാവ്, അതൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ, ടാസ്കിന്റെ ഓരോ കാര്യങ്ങൾ ചോദിച്ചു വന്ന ഇവരുടെ വഴക്കിലോട്ട് വന്ന് വഴക്കിന്നാണ് ലക്ഷ്മിയോട് ഈ കേസ് ചോദിക്കുന്നത്. അപ്പൊ നമുക്കൊരു കാര്യം വ്യക്തമാണ്, ആ വീട്ടിലുള്ള ആർക്കും തന്നെ ഇത് മനസ്സിലായിട്ടില്ല. കുറച്ച് പേർക്ക് മനസ്സിലായില്ല. ലാലേട്ടൻ വീഡിയോ കാണിച്ചപ്പോഴാണ് ഫുള്ള് കാര്യം എല്ലാവർക്കും മനസ്സിലായി. ആദിലെ നൂറയ്ക്കും വരെ സംഭവം മനസ്സിലായത് ലാലേട്ടൻ ആ വീഡിയോ കാണിച്ചു കൊടുത്തപ്പോഴാണ്. അപ്പൊ ലക്ഷ്മി പ്രിപ്പയർ ആയിരുന്നത് ഒനീലിന്റെ കാര്യത്തിലാണ്. ഒനീലിന്റെ കാര്യത്തിൽ ലാലേട്ടൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇങ്ങനെ പറയാം, അങ്ങനെ പറയാം, വീട്ടുകാരോട് ഞാൻ മാപ്പ് പറഞ്ഞിട്ടുണ്ട്, അപ്പൊ അവരെന്നെ സപ്പോർട്ട് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ
ഈ സംഭവം ലാലേട്ടൻ കാണിച്ചു കൊടുത്ത ഈ വീഡിയോ, അത് ആദിലേനെ നൂറേനെ ഇവരൊന്നും വീട്ടിൽ കയറ്റാൻ പറ്റില്ലെന്ന് ലക്ഷ്മി പറയുന്ന വീഡിയോ കണ്ടപ്പോൾ വീട്ടുകാർക്ക് മനസ്സിലായത് ഇങ്ങനെ സംഭവം അവിടെ നടന്നിട്ടുണ്ടെന്നുള്ള കേസ്. അപ്പൊ അക്ബറിനോടൊക്കെ ലാലേട്ടൻ എൻ്റെ അക്ബറെ ഇതിലൊക്കെ നിങ്ങൾക്കൊന്ന് പ്രതികരിക്കാൻ പാടില്ലായിരുന്നോ? അപ്പൊ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ലക്ഷ്മിയോട് ലാലേട്ടൻ ചോദിക്കും, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇത് ഇത്രയും പേര് ഈ കമ്മ്യൂണിറ്റിയിൽ ഇവിടെ ഉള്ള ആൾക്കാരാന്ന് അറിയാൻ പാടില്ലേ? ഇത്രയും സീസണായിട്ട് ഇവിടെ ഈ കമ്മ്യൂണിറ്റിയുടെ ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ ലക്ഷ്മിക്ക് ഒറ്റ വാക്യേ ഉള്ളൂ, എനിക്കിപ്പോ ഇത് ജനറലൈസ് ചെയ്യുന്നത് എനിക്കിത് ഇഷ്ടമല്ലെന്ന്. അപ്പൊ ഇഷ്ടമല്ലെങ്കിൽ അത് ലക്ഷ്മിയുടെ മാത്രം ഒപ്പീനിയനാണ്. അത് ലക്ഷ്മിയുടെ ചെലവിനാണ് ഇവര് കഴിയുന്നത്. ലക്ഷ്മി ഇവര് അപ്പൊ അതിലൂടെ ഇവരോട് ചോദിക്കും, നിങ്ങൾ എവിടെ? അപ്പൊ ലക്ഷ്മി പറയുന്നുണ്ടായിരുന്നല്ലേ ഇവര് ജോലി ചെയ്യാണ്ട് നടക്കുന്ന ടീംസ് ആന്നൊക്കെ. അപ്പൊ അതിലൂടെ ഇവരോട് നിങ്ങൾ എവിടെ ജോലി ചെയ്യുന്നത്? ഇവര് വിപ്രോയിലും കണ്ട ജോലി ചെയ്യുന്നത് കണ്ട അവരവിടെ ജോലി ചെയ്യുന്നതാണ്. നിങ്ങൾ ഇവിടെ ഇങ്ങനെ ആൾക്കാരുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ മകൻ ഇൻഫ്ലുവൻസ് ആവുമെന്ന് പറഞ്ഞുകൊണ്ട് എന്തിനാ ഇങ്ങോട്ട് വന്നത്? അപ്പൊ ലക്ഷ്മി ഇപ്പൊ വീട്ടിൽ വന്നപ്പോ അല്ലേ കൂടുതലും മക്കൾ ഇതിനെ കാണുന്നത്. 3 വയസ്സുള്ള കൊച്ചി, ഇൻഫ്ലുവൻസ് ആവാനുള്ള കൊച്ചി. ആ കൊച്ചിനെ അന്ന് വീഡിയോയിൽ കാണിച്ചപ്പോൾ അതിന്റെ സംസാരം പറയുമ്പോൾ പോലും തിരിയുന്നില്ലാത്തൊരു കുഞ്ഞു കൊച്ചി ഇൻഫ്ലുവൻസ് ആവുമെന്ന്. പിന്നെ എന്തിനാ ലക്ഷ്മി പെറുക്കി കെട്ടി ഇങ്ങോട്ട് വന്ന്? കൊച്ചിനെ കാണിക്കണ്ടായിരുന്നല്ലോ, കൊച്ചി പ്രോഗ്രാം കാണണ്ടായിരുന്നല്ലോ? ലക്ഷ്മി ഇങ്ങോട്ട് വന്ന കൊച്ചി പ്രോഗ്രാം കാണില്ലായിരുന്നല്ലോ, ഇവരെ കാണില്ലായിരുന്നല്ലോ. എൻ്റെ പൊന്നു ലക്ഷ്മി, നാണോ മനോല്ലോ, ഒന്ന് ആ വീട്ടിൽ നിന്ന് ഒന്ന് ഇറങ്ങിപ്പോകൂ. ലാലേട്ടൻ വരെ ആട്ടിത്തൊപ്പി പറഞ്ഞു വിട്ടില്ല, ഒന്ന് ഇറങ്ങിപ്പോയി. എന്തിനെങ്ങനെ കടിച്ചു നോക്കി നിൽക്കുന്ന എല്ലാവരുടെ മുന്നിൽ ചമ്മി നാറി നാണം കെട്ട്. അപ്പം നമ്മുടെ അക്ബർ ഒരു പേര് ഇട്ട് കൊടുത്തു, യൂണിവേഴ്സ് കച്ചറ. ഇതിനോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ലാലേട്ട എന്നൊക്കെ പറയാം. അപ്പം മസ്താനിയോട് ചോദിക്കുന്നുണ്ടായിരുന്നു, മസ്താനിയുടെ ഇതെന്താ? മസ്താനിക്ക് ഇത് ജനറലൈസ് ചെയ്യുന്ന ഇഷ്ടമല്ല. എന്നിട്ട് ഈ മസ്താനി ആദിലേനെ നൂറേനെ വിളിച്ചിരുത്തി ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. അതാ രസം. ഇന്റർവ്യൂ 1 കൊല്ലം മുന്നേ 6 മാസം മുന്നേ കണ്ട് ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. അന്ന് ഇവർക്ക് ഫുൾ സപ്പോർട്ട് പറഞ്ഞ മസ്താനിയാണ്. ഇപ്പം മസ്താനിക്ക് യൂണിവേഴ്സ് ജനറലൈസ് ചെയ്യുന്ന ഇഷ്ടമല്ലെന്ന്. ഇത് ഇഷ്ടമല്ല. പിന്നെ എന്തിനാണ് നിങ്ങളൊക്കെ പെറുക്കി കെട്ടിക്കോളും? നിങ്ങളുടെ അഭിപ്രായമല്ലേ? നിങ്ങൾ ആരെയും നിർബന്ധിച്ചോ? ബിഗ് ബോസ് വന്ന് കാല് പിടിച്ചോ? നിങ്ങളെ ബിഗ് ബോസിലോട്ട് ഒന്ന് വരണേ, നിങ്ങളുടെ കാല് പിടിച്ചോ? ഇല്ലല്ലോ. ഇന്നത്തെ നാണമില്ലല്ലോ ഇവിടെ വന്നിട്ട് ഇങ്ങനെ കിടന്ന് പറയാനായിട്ട്. എന്തായാലും മസ്താനി ഇന്നത്തെ, അതായത് ഞായറാഴ്ചത്തെ എപ്പിസോഡിനകത്ത് ഔട്ട് ആവുന്നതാണ് നല്ല കാര്യം. പ്രത്യേകിച്ച് ഒരു കണ്ടന്റും ഇല്ല. കണ്ടന്റ് എന്ന് പറഞ്ഞാൽ കുറെ വീട്ടിലെ കാര്യം പറയും, കുറെ അലയ്ക്കും, അതല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല മസ്താനിക്ക്. എന്തായാലും ലാലേട്ടൻ എന്നല്ല തീയായിരുന്നു. തീ പറിച്ചെന്ന് പറഞ്ഞാൽ തീ പറിച്ചു. ആ തീയില് ലക്ഷ്മി വെന്തൊരുക്കി പോയി, അങ്ങനെ വേണം പറയാനായിട്ട്. എന്നിട്ട് ലക്ഷ്മിക്ക് ഒന്നുമില്ല. ആ ഒറ്റ നിപ്പ് ഒരു അരഗൻസ് പിടിച്ച് ഒരു ഭാവവൃത്തി പുസ്തകം ഇല്ലാത്ത ആ മുഖം കൊണ്ടുള്ള നിപ്പല്ലാണ്ട് വേറെ ഒന്നുമില്ലായിരുന്നു. ലാലേട്ടൻ കണ്ടസ്റ്റൻസ് ഗെയിം കളിച്ചിരുന്ന ലാലേട്ടൻ്റെ ഞായറാഴ്ചത്തെ ശനിയാഴ്ചത്തെ എപ്പിസോഡ് മതിയില്ലോ നമുക്കങ്ങ് തൃപ്തിയടയാനായിട്ട്. ആ 2 എപ്പിസോഡ് മതി. ഈ ഒരു സീസൺ ഞങ്ങൾ ലാലേട്ടൻ്റെ എപ്പിസോഡ് കൊണ്ട് സാറ്റിസ്ഫൈ ചെയ്ത് ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം, ഒരു കുഴപ്പമില്ല. ലാലേട്ടൻ്റെ എപ്പിസോഡ് വന്നാൽ മതി. എന്ത് പെർഫോമൻസ് ആയിരുന്നു ലാലേട്ടൻ്റെ. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്തിനു ഇവിടെ വന്ന് പറയുന്നു? നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ മനസ്സിരുന്നാൽ പോലെ. നിങ്ങളുടെ ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റും അവരെ, എൻ്റെ വീട്ടുകാരെ കയറ്റും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അതിലൊക്കെ കൈ അടിച്ച് ഇങ്ങനെ കൈ കൊപ്പി നിൽക്കുമായിരുന്നു. അവരുടെയൊക്കെ ഒരു യോഗം. ലാലേട്ടൻ വീട്ടിൽ കയറ്റാന്ന് പറയില്ലേ, അതിലേടെ നൂറയുടെ യോഗം. ഈ ലക്ഷ്മിയെ പോലുള്ള മരപ്പാഴുകളുടെ വീട്ടിൽ കയറണ്ട, ലാലേട്ടൻ്റെ വീട്ടിൽ കയറ്റാന്നാ പറഞ്ഞേക്കുന്നത്. നിങ്ങളെ ലാലേട്ടൻ്റെ വീട്ടിൽ കയറ്റാന്ന്. ഇങ്ങനെയുള്ള മരപ്പാഴുകളെ ലക്ഷ്മിനെ ഒന്നും ആരുടെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ലാത്ത സാധനങ്ങളെ ലക്ഷ്മിയാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, ലക്ഷ്മി തന്നെയാ. ലക്ഷ്മിനെ ഒന്നും 50 സെന്റിമീറ്റർ അകലത്തിലൊക്കെ കളിക്കുള്ളൂ, നിൽക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവരങ്ങനെ അളവെടുത്ത് അവരങ്ങനെ നിന്നാൽ മതി. ഞങ്ങളുടെയൊക്കെ വീട്ടിലും സാധാരണക്കാരുടെ വീട്ടിലും ആദിലും നൂറേനൊക്കെ കയറ്റുന്ന ഞങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നമില്ല കേട്ടോ. ഞങ്ങളുടെ സാധാരണക്കാരുടെ വീട്ടിൽ ലാലേട്ടൻ്റെ വീട്ടിൽ വരെ കയറ്റാന്ന് പറഞ്ഞിട്ടുണ്ട്. ലക്ഷ്മിയുടെ വീട്ടിൽ കയറ്റാൻ അങ്ങനെ അഴുക്ക് പിടിച്ചെടുത്ത് കയറ്റണ്ടാവില്ല. നല്ല പൂമ്പാറ്റുകളെ പോലെ പറന്ന് കളിക്കുന്നതാണ് ആദിൽ നൂറ്. അപ്പൊ അവര് ഈ അഴുക്ക് പിടിച്ചെടുക്കുന്ന ഈ സാധനങ്ങളുടെ അടുത്തോട്ട് പോകണ്ട, അവര് നല്ല നല്ല ആൾക്കാരെടുത്തോട്ട് പോയത് നമ്മുടെ ലാലേട്ടൻ്റെ വീട്ടിലൊക്കെ പോയാൽ മതി. എൻ്റെ പൊന്നെ, ലക്ഷ്മിക്ക് വയറ് നിറച്ച് കിട്ടി. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചോണ്ടിരിപ്പുണ്ടായിരുന്നു. അപ്പൊ ഒന്നുമില്ല. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ലാലേട്ടൻ ചോദിക്കും. നിങ്ങളെ എന്തിനിങ്ങോട്ട്? ഇവരിവിടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ. നിങ്ങൾ ഫസ്റ്റ് തൊട്ട് കയറിയല്ലേ, ഇടയ്ക്ക് വയൽക്കാടായിട്ട് കയറിയതല്ലേ. അപ്പം ഇവരിവിടെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തിനാ വന്നു? നിങ്ങളുടെ മകനെ കാണിക്കാൻ നിങ്ങൾ എന്തിനാ ഇവിടെ വന്നെന്നാ ലാലേട്ടൻ ചോദിക്കുന്നത്. ഒന്നും മിണ്ടാനില്ല. അണ്ണാക്കി പിരിവെട്ടിയിരിക്കുന്നു, അത്രേ ഉള്ളൂ. ഓ
സന്തോഷമായ ഒരു എപ്പിസോഡായിരുന്നു. അപ്പോൾ ഇന്നലെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ അപ്പോൾ ഒനീലിൻ്റെ കേസ് ഡിസ്കസ് ചെയ്തില്ല കേട്ടോ. ഒനീലിൻ്റെ കേസിനകത്ത് ഇനിയിപ്പോൾ നാളെ ബാക്കി പൊരിക്കൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൊമോ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഒനീലിൻ്റെ കാര്യത്തിൽ നമുക്കും നാട്ടുകാർക്കും വീട്ടുകാർക്കും വേറെ ആർക്കും ഒനീലിൻ്റെ കാര്യത്തിൽ ഒരു സംശയമില്ല എന്ന് പറയുന്നത് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം പിന്നെ ഇവരെ കൊണ്ട് കഥ പറയിപ്പിച്ചു. ഒരു കഥ എന്തോ ഒരു കഥ പറയിപ്പിച്ച് ഈ കഥ ലാസ്റ്റ് വന്നപ്പം ഒരു കുട്ടി വരെ ഉണ്ടാകുന്ന രീതിയിലോട്ട് കഥ വന്നു. അപ്പം ആ കഥ പറയിപ്പിച്ചത് ഇവർ പല രീതിയിൽ പറഞ്ഞ് ഇതാക്കും എന്നുള്ള രീതിയിൽ ആ കഥ പറയിപ്പിച്ചത്. ഇങ്ങനെ ഒരു കഥ കേട്ട് പറഞ്ഞു ലാസ്റ്റ് വരുമ്പോൾ ഒന്നുമില്ല ആ രീതിയിൽ. ത്രയംബകനോ കല്യാണ സൗഗന്ധികനോ അങ്ങനെ ഏതാണ്ടൊക്കെ പറഞ്ഞുകൊണ്ടൊരു കഥ. അതിലൊന്നും ഇവിടെ പ്രസക്തിയില്ലായിരുന്നു. ഇന്നലെ ലക്ഷ്മീനെ പൊരിച്ചതിലായിരുന്നു പ്രസക്തി. ഈ എന്തായിരുന്നല്ലേ നമുക്ക് ഞാൻ ആ സംഭവം 2 പ്രാവശ്യം കണ്ടു. നമുക്ക് കണ്ടിട്ട് അങ്ങ് സന്തോഷം തോന്നുന്നു ലാലേട്ടനെ പറഞ്ഞപ്പോഴത്തേനും. ലക്ഷ്മിയുടെ മുഖത്ത് പിന്നെ ഒരു ഇതുമില്ല, ഒരു ഭാവമില്ല, ഒരു വികാരമില്ലാതെ ചുമ്മാ അങ്ങ് നിൽക്കുന്നല്ലാണ്ട് പുള്ളിക്കാരിക്ക് മനസ്സിലായി പണി പാളി, പുറത്ത് നല്ല നെഗറ്റീവായിട്ടുള്ള കാര്യം മനസ്സിലായിട്ടോ. അപ്പം ആ വീട്ടുകാരെ ഓരോരുത്തർ അഭിപ്രായം ചോദിക്കുന്നുണ്ട് ലാലേട്ടൻ. അപ്പൊ അതിനകത്ത് ഇച്ചിരി അഭിപ്രായങ്ങളൊന്നും വലിയ പറയാനില്ലാത്ത അനുമോള് മാത്രമല്ല. അതെന്താ അനു അങ്ങനെ പറഞ്ഞാന്നറിയാൻ പാടില്ല. അനു ഇവിടെ കമ്മ്യൂണിറ്റിയെ കുറിച്ചുള്ള അഭിപ്രായം എന്താ ചോദിച്ചപ്പോൾ അനുമോള് പറഞ്ഞു എനിക്കതിപ്പോൾ ഇവിടെ വെച്ച് പറയാൻ താല്പര്യമില്ല, അപ്പോൾ പുറത്തിറങ്ങിയിട്ട് പറയാമെന്ന്. അനുമോൾക്ക് ഇഷ്ടമാണെങ്കിൽ പറ. അനു ചിലപ്പോൾ പേടിച്ചിട്ടായിരിക്കും, ഇല്ല ലാലേട്ടൻ പറഞ്ഞാൽ പേടിച്ചിട്ടായിരിക്കും. ചിലർക്ക് ഈ വിഷയമൊക്കെ കൈകാര്യം ചെയ്യാൻ പേടിയുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് പേടിച്ചിട്ടായിരിക്കും തോന്നുന്നുണ്ട് കേട്ടോ അനു അങ്ങനെ പറഞ്ഞത്. എന്തായാലും അങ്ങനെ അക്ബറിന്റെ ഒക്കെ വായന ശരിക്കും കേട്ടു. അല്ലേ യൂണിവേഴ്സ് കച്ചറ ശരിക്കും യൂണിവേഴ്സ് കച്ചറ ചെയ്ത്. ഇപ്പം ലക്ഷ്മി ഏറൊക്കെ കഴിഞ്ഞ് വേറെ എങ്ങാണ്ടൂടെയൊക്കെ പോയിട്ടുണ്ട് ലക്ഷ്മി, അത്ര ഇതായിട്ടുണ്ട്. എന്നാലും നല്ല എപ്പിസോഡായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ നാളെ ലക്ഷ്മീനെ വറുത്ത് പൊരിച്ച് ബാക്കിയും കൂടെ എടുക്കുന്നുണ്ട് ലാലേട്ടൻ ഒനിയലിന്റെ വിഷയത്തിനകത്ത്. അപ്പോൾ ബാക്കി എവിക്ഷൻ്റെ പ്രവീണും മസ്താനും എവിക്റ്റ് ആയെന്നാട്ടോ അറിഞ്ഞത്. അപ്പോൾ എന്തായാലും ഇത്ര ഉള്ള സംഭവങ്ങൾ. അപ്പം നമുക്ക് നാളെ കാണാം. നാളെ ലാലേട്ടൻ്റെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് വരാം. ടാറ്റാ ബൈ ബൈ.